ഹലോ ഗൈസ്, ഇന്ന് ജോക്കുട്ടനെ തെറാപ്പിക്ക് കൊണ്ടുപോകേണ്ട ദിവസമാണ്. ഇന്ന് 2 തെറാപ്പി ഉണ്ട്. അത് കഴിഞ്ഞ് ഡയറ്റീഷ്യനെ കാണണം. ചേട്ടന് വീടിന്റെ അടുത്ത് തന്നെയാണ് പണി. അപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് വരാറുണ്ട്. അപ്പോൾ 2 മണിക്കാണ് സെഷൻ ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ളൂ നിപ്മറിലേക്ക്. ദൂരമുള്ള സ്ഥലത്തു നിന്ന് തന്നെ കുട്ടികളെ ഇവിടെ തെറാപ്പിക്കൊക്കെ കൊണ്ടുവരാറുണ്ട്. ഒരു 3/4 മണിക്കൂറുള്ളൂ ഇവിടുത്തെ ഒരു തെറാപ്പി സെഷൻ. നിലവിൽ ഫിസിയോതെറാപ്പിക്ക് ഒഴിച്ച് ബാക്കി എല്ലാ തെറാപ്പിക്കും ചെറിയൊരു എമൗണ്ട് പേയ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പേയ്മെന്റ് ഒക്കെ ചെയ്ത് മുകളിൽ 5ാം നിലയിലേക്ക് പോവാണ്. 2 മണിക്ക് ജോക്കുട്ടൻ ഡെവലപ്മെന്റ് തെറാപ്പിയുടെ സെഷനാണ് രശ്മി മാമാണ് എടുക്കുന്നത്. ഏപ്രിൽ ലാസ്റ്റ് വരെ ജോക്കുട്ടന് വേറൊരു സാറാണ് തെറാപ്പി ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ ആ സാറ് റിസൈൻ വെച്ച് പോയി. ജോക്കുട്ടൻ കൈയൊക്കെ പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങി ഇപ്പൊ പഠിച്ചു വരണതേ ഉള്ളൂ. നമ്മുടെ കണ്ണ് ഇപ്പോൾ അവന്റെ മേല് വേണം. 2 മണിയുടെ ഡെവലപ്മെന്റ് തെറാപ്പി കഴിഞ്ഞു. ഇനി അടുത്തത് 2:45 ഒക്യുപേഷൻ തെറാപ്പിയാണ്. 45 മിനിറ്റാണ് ഒരു തെറാപ്പിയുടെ സമയം. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കുറച്ചുകൂടി ഈസി ആക്കാനാണ് ഒക്യുപേഷൻ തെറാപ്പി ചെയ്യണത്. ജോക്കുട്ടന് കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. വീക്ക്ലി വൺസ് ഒരു സെഷൻ മാത്രമേ ഒരു തെറാപ്പി കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് മാത്രം ഒന്നും റെഡി ആവുന്നില്ല. നമ്മൾ അവരെ പറഞ്ഞു തരുന്ന പോലെ വീട്ടിൽ ചെന്നിട്ട് എല്ലാ ദിവസവും ചെയ്യിപ്പിക്കണം. ജോക്കുട്ടന്റെ റൈറ്റ് ബ്രെയിൻ ആണ് പ്രശ്നം. അതുകൊണ്ട് അവന്റെ ലെഫ്റ്റ് സൈഡിലത്തെ ബോഡി ഭയങ്കര വീക്കാണ്. പ്രത്യേകിച്ചും കൈ കൊണ്ട് അവൻ ഒന്നും ചെയ്യില്ല. ലെഫ്റ്റ് സൈഡിലത്തെ കൈ കൊണ്ട്. ജൊഹാന്റെ 2 തെറാപ്പിയും കഴിഞ്ഞ് മെയിൻ ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ബിൽഡിങ്ങിലാണ് ഞങ്ങൾ ഡയറ്റീഷ്യനെ ബുക്ക് ചെയ്തേക്കുന്നത്. നിപ്മാറിന് തന്നെയുള്ള ഇവിടുത്തെ ഫുഡ് ഡിസോർഡർ ക്ലിനിക്കിലേക്ക് ജോക്കുട്ടനെ ചേർത്താനായിട്ടുള്ള അസസ്മെന്റും ഒപ്പീനിയൻ എടുക്കാനായിട്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. ജോക്കുട്ടൻ ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കാത്തതുകൊണ്ടാണ് ഇതിലേക്ക് ചേർക്കാന്ന് തന്നെ വെച്ചത്. അങ്ങനെ അസസ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഏകദേശം ഒരു 4 ആഴ്ചയ്ക്ക് 5500 രൂപയാണ് ഫീസ് വരുന്നത്. ബസ് കയറി ആളൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് വീട്ടിലേക്കുള്ള പോക്ക്. അങ്ങനെ ഒരു 1:45 ഇപ്പൊ പോയിട്ട് വൈകിട്ട് ഒരു 4:30ക്കാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്നോളൂ.